ഈ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 5ാമത്തെ സെഷനാണ് പഠിക്കുന്നത്. നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസിനെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലെ. മോണോ ഹൈബ്രിഡ് ക്രോസ് മെന്റൽ കണ്ടക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ട് അദ്ദേഹം 2 ജനറൽ റൂൾസ് കൊണ്ടുവന്നു. അത് എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് പാറ്റേൺ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്, പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ക്യാരക്ടർ പാസ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് മോണോ ഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മനസ്സിലായ 2 കാര്യങ്ങൾ 2 പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്തു. സോ ഹിയർ ഈ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതിനകത്ത് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡോമിനൻസും സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷനും ആണ് കേട്ടോ. ലോ ഓഫ് ഡോമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. എന്താണ് ലോ ഓഫ് ഡോമിനൻസ്, എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് നോക്കാം. ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2-3 പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടേഴ്സ്. മെന്റൽ കണ്ടുപിടിച്ച് എന്താന്ന് ചോദിച്ചാൽ പേരൻസ് ഒരു വ്യത്യാസവും ഇല്ലാതെ വളരെ സ്റ്റെബിലിറ്റി ഉള്ള എന്തോ ഒന്ന് ഓസ്പ്രിങ്ങിലേക്ക് പാസ് ചെയ്യുകയും അതിലൂടെ ആ ക്യാരക്ടർ പാസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനെ ഫാക്ടർ എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ചെറിയ യൂണിറ്റിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. അതേപോലെ ഈ ഫാക്ടർ ദാറ്റ് ഈസ് ഒക്കർ ഇൻ എ പെയർ, അത് ഒരു പെയർ ആയിട്ടാണ് കാണുന്നത്. ദ ഫാക്ടേഴ്സ് ആർ ഒക്കറിങ് ഇൻ പെയർ ബിക്കോസ് ഈ ഫാക്ടർ നമുക്ക് 2 പേരന്റിൽ നിന്നും കിട്ടുന്നുണ്ട്. മെയിൽ പേരന്റിൽ നിന്നും കിട്ടുന്നുണ്ട്, ഫീമെയിൽ പേരന്റിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പൊ ആ 2ഉം കൂടി കൂടിയിട്ട് ഒരു പെയർ ആയിട്ടാണ് കാണുന്നത്. ഇൻ എ ഡിസിമിലർ പെയർ, വളരെ വ്യത്യാസമുള്ള 2 പെയറിൽ, അതായത് 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 അലീൽസ് ഉള്ള ആ ഒരു പെയറിൽ ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ 1 മെമ്പർ ഓഫ് ദ പെയർ, അതിൽ ഒരു മെമ്പർ ഡോമിനേറ്റ് ചെയ്യുകയും അതർ മെമ്പർ സപ്രസ് ചെയ്യുകയും ചെയ്യും. സോ ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ് 1 മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ്സ്, ദാറ്റ് ഈസ് ഡോമിനന്റ്, ദ അതർ ഇറ്റ് വിൽ സപ്രസ്, ദാറ്റ് ഈസ് റിസസീവ്. ഓക്കെ, ഇനി ലോ ഓഫ് ഡോമിനൻസ് അത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ലോ ഓഫ് ഡോമിനൻസ് ഈസ് യൂസ് ടു എക്സ്പ്ലെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ഓൺലി 1 ഓഫ് ദ പേരന്റൽ ക്യാരക്ടറിനെ മോണോ ഹൈബ്രിഡ് ക്രോസ്. നമ്മൾ കണ്ടില്ലേ ആ മോണോ ഹൈബ്രിഡ് ക്രോസിലെ F1 ജനറേഷനിലെ ടോൾ പ്ലാന്റ് മാത്രം, ടോൾ ക്യാരക്ടർ മാത്രമാണ് എക്സ്പ്രസ് ചെയ്തത് അല്ലേ. അപ്പോൾ F1 ജനറേഷനിൽ ഒരു ക്യാരക്ടർ മാത്രം ആണ് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതിനൊരു വിശകലനമാണ് ലോ ഓഫ് ഡോമിനൻസ് കേട്ടോ. അതേപോലെ തന്നെ എന്നാ പിന്നെ മറ്റേ ക്യാരക്ടറിന് എന്ത് പറ്റി, ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ F2 ജനറേഷൻ. F2 ജനറേഷനിൽ ഈ പറയുന്ന 2 ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രൊപ്പോർഷനോ 3:1 പ്രൊപ്പോർഷനിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിന്റെ പ്രസൻസിൽ മറ്റൊരു അതിന്റെ ഓൾട്ടർനേറ്റ് ഫോമിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ നമുക്ക് എന്ത് പറയാം, ഡോമിനന്റ് ഫാക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ ഡോമിനന്റ് അലീൽ എന്ന് പറയാം. ആ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ഫാക്ടറിൽ ഒരു ഫാക്ടർ മറ്റൊരു ഫാക്ടറിന്റെ പ്രസൻസിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു ഫാക്ടറിനെ നമ്മൾ ഡോമിനന്റ് ഫാക്ടർ എന്നാണ് പറയാ. എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഫാക്ടറിനെ നമ്മൾ റിസസീവ് ഫാക്ടർ എന്നാണ് പറയാ കേട്ടോ. അപ്പൊ ലോ ഓഫ് ഡോമിനൻസിൽ പറയുന്ന ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ ആണെന്നും ഫാക്ടർ ഒരു പെയർ ആയിട്ടാണ് കാണുന്നതെന്നും ഒരു ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ ഉള്ള ഒരു മെമ്പറിൽ ആ പെയറിൽ ഒരു മെമ്പർ മാത്രം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയും മറ്റത് സപ്രസ് ചെയ്ത് കാണുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ഞാനതൊന്ന് ലോ ഓഫ് ഡോമിനൻസ് ഒരു ഡെഫിനിഷൻ ഫോമിലാക്കി തരാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ F1 ജനറേഷൻ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ F1 ജനറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലോ ഓഫ് ഡോമിനൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ it states that when 2 different unit factors are present in a single individual, 2 different unit factors എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എക്സാമ്പിൾ എടുത്താൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ടെങ്കിൽ ഓൺലി 1 യൂണിറ്റ് ഫാക്ടർ ഈസ് ഏബിൾ ടു എക്സ്പ്രസ്, ക്യാപിറ്റൽ ടി മാത്രം എക്സ്പ്രസ് ചെയ്യാൻ കഴിയും ഇറ്റ് സെൽഫ് ആൻഡ് നോൺ ആസ് ഡോമിനന്റ് ഫാക്ടർ. അതിനെ ഡോമിനന്റ് ഫാക്ടർ എന്ന് പറയും. അനദർ യൂണിറ്റ് ഫാക്ടർ ഫെയിൽ ടു എക്സ്പ്രസ് ഈസ് ദ റിസസീവ് ഫാക്ടർ. മറ്റേ ഫാക്ടർ റിസസീവ് ഫാക്ടർ എന്ന് പറയാം, അതായത് എക്സ്പ്രസ് ചെയ്യാൻ ഫെയിൽ ആവുന്നതാണ് റിസസീവ് ഫാക്ടർ എന്ന് പറയുന്നത്.
അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് എ ഡോമിനന്റ് ഫാക്ടർ റിസസീവ് ഫാക്ടർ കെൻ നോട്ട് എക്സ്പ്രസ് ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ദ ലോ ഓഫ് ഡോമിനൻസ്. അതായത് ഡോമിനന്റ് അലീലിന്റെ മുമ്പിൽ റിസസീവ് അലീലിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത്. അത്രയേ ഉള്ളൂ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോമിനന്റ് ഫാക്ടർ എന്താണ്, റിസസീവ് ഫാക്ടർ എന്താണ് എന്നും ഉള്ളതും കൂടി നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതിനാണ് നമ്മൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു സെന്റൻസിൽ ഞാനിവിടെ എഴുതി തന്നേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളിതാ ഇതേ ഈ സെന്റൻസ് തന്നെ ഓർത്ത് വെച്ച് ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ വൺ മെമ്പർ ഓഫ് ദ പെയർ ഡോമിനേറ്റ് ഓവർ ദി അതർ എന്ന് പറഞ്ഞിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എ ഡോമിനന്റ് ഫാക്ടർ റിസസീവ് ഫാക്ടർ കനോട്ട് എക്സ്പ്രസ്, അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞു വെച്ചാലും മതി കേട്ടോ, ലോ ഓഫ് ഡോമിനൻസിന്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ എഴുതിയും വെക്കാം. നിങ്ങൾ എക്സാം ചോദിക്കുമ്പോൾ ലോ ഓഫ് ഡോമിനൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ കുറച്ച് നീട്ടി എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും. സി ഹിയർ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ F1 ജനറേഷൻ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ലോ ഓഫ് ഡോമിനൻസ് പ്രപ്പോസ് ചെയ്ത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഒബ്സർവേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ 2 ഡിഫറെന്റ് യൂണിറ്റ് ഫാക്ടേഴ്സ് ആർ പ്രസന്റ് ഇൻ എ സിംഗിൾ ഇൻഡിവിജ്വൽ ഓൺലി 1 യൂണിറ്റ് ഫാക്ടർ ഈസ് ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ആൻഡ് നോൺ ആസ് ദ ഡോമിനന്റ് ഫാക്ടർ. അതായത് 2 യൂണിറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാലും മതി. ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് ഫാക്ടേഴ്സും പ്രസന്റ് ആണെങ്കിൽ ഒരു തരത്തിലുള്ള യൂണിറ്റ് ഫാക്ടർ മാത്രം എക്സ്പ്രസ് ചെയ്യുകയും മറ്റത് സപ്രസ് ചെയ്യുകയും ചെയ്യുന്നതിന് ഡോമിനന്റ് ഫാക്ടർ എന്ന് പറയും. അല്ലെങ്കിൽ ഇൻ എ ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഓൺലി വൺ ഓഫ് ദ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ്ഡ്, ദാറ്റ് ഫാക്ടർ ഈസ് നോൺ ആസ് ദ ഡോമിനന്റ് ഫാക്ടർ. അനദർ യൂണിറ്റ് ഫാക്ടർ ഫെയിൽ ടു എക്സ്പ്രസ് ഈസ് ദ റിസസീവ് ഫാക്ടർ. അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തത് റിസസീവ് ഫാക്ടർ ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ഡോമിനന്റ് ഫാക്ടർ റിസസീവ് ഫാക്ടർ കൻ നോട്ട് എക്സ്പ്രസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ലോ ഓഫ് ഡോമിനൻസ്. അതായത് ഡോമിനന്റ് ഫാക്ടറിന്റെ പ്രസൻസിലെ റിസസീവ് ഫാക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. അതാണ് ലോ ഓഫ് ഡോമിനൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു സീ ദ നെക്സ്റ്റ് ലോ, ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. നെക്സ്റ്റ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ അലീൽസ് തമ്മിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ F1 ജനറേഷൻ ചെയ്തപ്പോൾ F1 ജനറേഷൻ ടോളും ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ അവരൊരിക്കലും ഒരു മീഡിയം സൈസ് മീഡിയം ഹൈറ്റ് കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അലീൽസ് ഒരിക്കലും ബ്ലെൻഡിങ് കാണിക്കുന്നില്ല, മിക്സപ്പ് കാണിക്കുന്നില്ല. അതായത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി മിക്സ് ചെയ്തിട്ടൊരു മീഡിയം ഹൈറ്റ് ഒന്നും വരുന്നില്ല. അതായത് 2 ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ ഈ 2 ക്യാരക്ടേഴ്സും ഒരേപോലെ റിക്കവർ ചെയ്യുന്നുണ്ട് F2 ജനറേഷനിൽ. അത് ഒരേപോലെ എന്ന് ഉദ്ദേശിച്ച് ഞാനത് നമ്പർ വൈസ് അല്ല പറഞ്ഞത്, ഒരേപോലെ റിക്കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേരന്റിലെ പോലെ തന്നെ റിക്കവർ ചെയ്യുന്നുണ്ട് F2 ജനറേഷനിൽ, ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ F1 ജനറേഷൻ. നമുക്കറിയാലോ F1 ജനറേഷനിൽ ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും കൂടി പ്യുവർ വെറൈറ്റീനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷനും അവിടെ ഈ ഡ്വാർഫ്നെസ് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തില്ല. പക്ഷേ F2 ജനറേഷൻ നോക്കിയപ്പോൾ നമുക്ക് ഒരു ക്യാപിറ്റൽ ടിയും 2 ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ഒരു സ്മോൾ ടി സ്മോൾ ടി ഡ്വാർഫ് സ്റ്റേജ് കാണിച്ചു. എന്ന് പറഞ്ഞാൽ F1 ജനറേഷനിൽ ഒരു പേരന്റിന്റെ ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ കൂടി അത് F2 ജനറേഷനിൽ പേരന്റിൽ എങ്ങനെയാണോ ഇരിക്കുന്ന അതേ രീതിയിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ. ഈ പേരന്റ്സിന് 2 അലീൽസും ഉണ്ടെങ്കിലും ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്ന സമയത്ത് 2 അലീൽസും ഉണ്ടെങ്കിലും ഈ അലീൽസ് ഒരു ഫാക്ടറിന്റെ 2 അലീൽസ് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഗ്യാമീറ്റിൽ ഓരോന്ന് വീതം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ക്യാപിറ്റൽ ടി കോമ്പിനേഷൻ ഉള്ള ഒരു ഫാദർ അല്ലെങ്കിൽ മദർ പ്ലാന്റ് അതിനകത്ത് ഗ്യാമീറ്റ് ഉണ്ടാവുമ്പോൾ ഒരു ക്യാപിറ്റൽ ടി അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ ഗ്യാമീറ്റിൽ. അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി കോമ്പിനേഷൻ ഉള്ള ഒരു പാരന്റൽ പ്ലാന്റ് ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഒരു ഗ്യാമീറ്റിലെ ക്യാപിറ്റൽ ടി ആണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരു ഗ്യാമീറ്റിലെ സ്മോൾ ടി ആയിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഒരു ഗ്യാമീറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. അതായത് during the gamete formation the alleles are getting separated or segregated and it is joined to each allele എന്നാണ് പറയുന്നത്. ഗ്യാമീറ്റ് ഫോം ഈച്ച് ഗ്യാമീറ്റ് എന്നാണ് പറയുന്നത്, ഈ ചലിയിലല്ല. ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഫാക്ടറിന്റെ 2 അലീൽസ് രണ്ടും കൂടി ഒരുമിച്ചൊരു ഗ്യാമീറ്റിലേക്ക് പോവില്ല. അത് സെഗ്രിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് റാൻഡംലി അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ഗ്യാമീറ്റിലേക്ക് ഓരോ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ഫാക്ടറേ പോവുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ ശരിക്കും സ്റ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹോമോസൈഗസ് പേരന്റിലെ കേസിലാണെങ്കിൽ എല്ലാ ഗ്യാമീറ്റ്സും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമിലർ ടൈപ്പ്
ടൈപ്പ് ഗാമീറ്റ്സ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ടി ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ ഇൻഡിവിജ്വലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ പോളൻ ഗ്രെയിനും അല്ലെങ്കിൽ എല്ലാ എഗ്ഗും എങ്ങനെയായിരിക്കും? ക്യാപിറ്റൽ ടി കണ്ടെയ്ൻ ചെയ്യുന്ന എഗ് ആയിരിക്കും. അതേസമയം ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്നിരിക്കട്ടെ, ഹെട്രോസൈഗസ് പേരന്റ് ആണെന്നിരിക്കട്ടെ, അവർ രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതാ രണ്ട് തരത്തിലുള്ള ഗ്യാമീറ്റ് എന്ന് പറയുന്നത്? ഒന്ന് ക്യാപിറ്റൽ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും ഒന്ന് സ്മോൾ ടി കണ്ടെയ്നിങ് ഗ്യാമീറ്റും അല്ലെ. അത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാ? ഈക്വൽ പ്രൊപ്പോർഷനിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. സീ ഹിയർ, ഈവൻ ദോ ദ ക്യാരക്ടർ റെപ്രസെന്റിംഗ് ഫാക്ടർ ഈസ് പ്രസന്റ് ഇൻ എ പെയർ ആസ് ഇൻ ഇറ്റ്സ് ഓൾട്ടർനേറ്റീവ് ഫോം, ദിസ് ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ദ ഗ്യാമീറ്റ്സ് ആർ ഗെറ്റിംഗ് സെപ്പറേറ്റഡ് ആൻഡ് incorporated into each gamete singly. അതായത് ഓരോന്ന് വീതം അത് സെപ്പറേറ്റ് ആവുകയും ഓരോന്ന് വീതവും അത് ഓരോ ഗ്യാമീറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത്. ഇനി ലോ ഓഫ് സെഗ്രിഗേഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ലോ ഓഫ് സെഗ്രിഗേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിംഗ് ഗ്യാമീറ്റ് ഫോർമേഷൻ ദ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ഫാക്ടർ ഗെറ്റ് സെഗ്രിഗേറ്റ് ഓർ സെപ്പറേറ്റ് റാൻഡംലി ആൻഡ് ട്രാൻസ്ഫർ ഇൻ ടു ഈച്ച് ഗ്യാമീറ്റ്. ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ഫാക്ടർ സെഗ്രിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് റാൻഡംലി സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഗ്യാമീറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈച്ച് ഗ്യാമീറ്റ് റിസീവ് ഓൺലി വൺ ഫാക്ടർ ഓഫ് എ പെയർ. ഓരോ ഗ്യാമീറ്റും ഒരു പെയറിന്റെ ഒരു പീസേ റിസീവ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു പെയറിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു അലീലാണ് റിസീവ് ചെയ്യുന്നുള്ളൂ. സോ ഗ്യാമീറ്റ്സ് ആർ പ്യുവർ ഫോർ എ പർട്ടിക്കുലർ ട്രേറ്റ്. അപ്പൊ ഗ്യാമീറ്റിൽ ഒരു മിക്സപ്പ് ഉണ്ടാവില്ല. കാരണം എന്താ? ഗ്യാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആണ്. ഗ്യാമീറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് ആണ്. ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് അലീൽ ഉണ്ടെങ്കിൽ അവിടെ ഇമ്പ്യൂരിറ്റി വരുള്ളൂ. ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒറ്റ അലീൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാമീറ്റ്സ് ആർ പ്യുവർ ഫോർ എ പർട്ടിക്കുലർ ട്രേറ്റ്. ഇറ്റ് ഷോ പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ്. അത് കാണിക്കുന്നത് ഗ്യാമീറ്റ്സിന്റെ പ്യൂരിറ്റിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ ലോ ഓഫ് സെഗ്രിഗേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. അതല്ലെങ്കിൽ നിങ്ങളിത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം സെന്റൻസിൽ എഴുതാം. ഇതാണെങ്കിലും വായിച്ചു നോക്കിയിട്ട് സ്വന്തം സെന്റൻസിൽ എഴുതാണ് നല്ലത്. അതായത് ലോ ഓഫ് സെഗ്രിഗേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് അത് അതിന്റെ ഓൾട്ടർനേറ്റ് ഫോംസ് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്ത് റാൻഡംലി സെഗ്രിഗേറ്റ് ചെയ്ത് അത് ഓരോ ഗ്യാമീറ്റിലേക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യും. ആ ഓരോ ഗ്യാമീറ്റും ഒരു ഓൾട്ടർനേറ്റ് ഫോം ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ഫാക്ടറിനെ മാത്രമാണ് റിസീവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗ്യാമീറ്റ് എപ്പോഴും പ്യുവർ ആയിരിക്കും. പ്യൂരിറ്റി ഓഫ് ഗ്യാമീറ്റ് എന്ന് പറയുന്ന അതാണ്, അതായത് ഹാപ്ലോയിഡ് കണ്ടീഷൻ കേട്ടോ. അപ്പൊ അതൊന്ന് നമ്മൾ മനസ്സിരുത്തി വായിച്ചിട്ട് ഇതേ സെന്റൻസിൽ തന്നെ എഴുതാമെന്നൊന്നും ഇല്ല കേട്ടോ. ലോ ഓഫ് ഡോമിനൻസ് ആണെങ്കിലും ലോ ഓഫ് സെഗ്രിഗേഷൻ ആണെങ്കിലും നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ പോലെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് ഡെഫിനേഷൻസ് നോക്കാനുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കാം ഈ സെഷനിൽ. ബേസ്ഡ് ഓൺ ഹിസ് ഒബ്സർവേഷൻസ് ഓൺ മോണോഹൈബ്രിഡ് ക്രോസസ്, മെൻഡൽ പ്രൊപ്പോസ്ഡ് 2 general rules to consolidate his understanding of inheritance in monohybrid crosses. Today, these rules are called as principles or laws of inheritance. The first law or law of dominance and the second law or law of segregation. First one, 5-2-1, law of dominance. Characters are controlled by discrete units called factors. Factors occur in pairs. In a dissimilar pair of factor, one member of the pair dominates, that is dominant, the other recessive, that gets suppressed, that is recessive. The law of dominance is used to explain the expression of only one of the parental character in a monohybrid cross in the F1 and the expression of both in the F2. It also explains the proportion of 3:1 obtained at the F2. അപ്പോൾ ലോ ഓഫ് ഡോമിനൻസിലാണ് പ്രൊപ്പോർഷൻ 3:1 ആണെന്ന് പറയുന്നത്. ലോ ഓഫ് സെഗ്രിഗേഷനിൽ ബ്ലെൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഓർത്തിരുന്നോളണം. ദിസ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് ദ അലീൽസ് ഡു നോട്ട് ഷോ എനി ബ്ലെൻഡിങ് ആൻഡ് ദാറ്റ് ബോത്ത് ദ ക്യാരക്ടേഴ്സ് ആർ റിക്കവേർഡ് ആസ് സച്ച് ഇൻ F2 generation, though one of these is not seen at the F1 stage. Though the parents contain 2 alleles during gamete formation, the factors or alleles of a pair segregate from each other such that a gamete receive only one of the 2 factors. Of course, a homozygous parent produce all gametes that are similar, while a heterozygous one produce 2 kinds of gametes, each having 1 allele with equal proportion. ഇവിടെ ഞാൻ വായിക്കുന്നതിൻ്റെ ഒപ്പം ഈ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും കൂടി വായിക്കുന്നുണ്ട്.
law of dominance. It is based on the F1 generation of monohybrid cross. It states that when two different unit factors are present in a single individual, only one unit factor is able to express itself and known as dominant factor. Another unit factor fails to express is the recessive factor. In the presence of dominant factor, recessive factor cannot express and it is known as law of dominance. Next, law of segregation. Law of segregation states that during gamete formation, the alternate form of the factors get segregate or separate randomly and transfer into each gamete. Each gamete receive only one factor of a pair. So gametes are pure for a particular trait. It shows purity of gametes. ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് അത് കൂടാതെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. അതായത് നമ്മൾ പുതിയ കുറെ ടേംസ് പഠിച്ചല്ലോ, അതെന്തൊക്കെയാന്ന് നോക്കാം. ഫാക്ടർ എന്ന് പറയുന്ന യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫാക്ടർ. അത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഹെറിറ്റൻസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ക്യാരക്ടർ. നൗ ദീസ് ഫാക്ടേഴ്സ് ആർ കോൾഡ് ആസ് ജീൻ. ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ പേരന്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ യൂണിറ്റ് ആണ്. അതായത് എന്താണോ എന്ത് സ്റ്റഫാണോ ഒരു ക്യാരക്ടർ പേരന്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന അതിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് ഇൻഹെറിറ്റൻസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാരക്ടർ കാണിക്കുന്നത് ഈ പറയുന്ന ഫാക്ടറാണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്ഫറിങ് ദ ക്യാരക്ടേഴ്സ് ഫ്രം പേരന്റ്സ് ടു ഓസ്പ്രിങ്. അതുപോലെ തന്നെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ കാരണം എന്താണ്? ഫാക്ടറാണ്. ഈ ഫാക്ടറിനെ നമ്മൾ ഇന്ന് പറയുന്നത് ജീൻ എന്നാണ്. ദ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ഈസ് കോൾഡ് ആസ് ഫാക്ടർ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻഹെറിറ്റൻസ് ആൻഡ് appearance of characters. Now these factors are called as genes. ഇനി എന്താണ് ജീൻ എന്ന് പറഞ്ഞാൽ? ജീൻ ഈസ് എ ഷോർട്ട് സെഗ്മെന്റ് ഓഫ് DNA which control a character. അതായത് ഒരു ചെറിയ പീസ് DNA, ഇപ്പോൾ ഒരു ചെറിയ പീസ് DNA എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ജീൻ എന്ന് പറയും. യു ജസ്റ്റ് ഇമാജിൻ, ഇത് ക്രോമസോം നമ്പർ 1 ഒരു DNA ആണ് എന്നിരിക്കട്ടെ. ക്രോമസോം നമ്പർ 1 DNA ആണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുന്ന ജീൻ, അതായത് ഈ ഒരു പോർഷൻ നമുക്ക് ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നമുക്ക് നമ്മൾ ഡിപ്ലോയിഡ് കണ്ടീഷനല്ലേ നമുക്കുള്ളത്. അതായത് നമ്മുടെ ഫാദറിൽ നിന്ന് ഒരു ക്രോമസോം കിട്ടിയിട്ടുണ്ട്, മദറിൽ നിന്ന് ഒരു ക്രോമസോം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ക്രോമസോം നമ്പർ 1, ഇതും നമ്മുടെ ക്രോമസോം നമ്പർ 1. ഈ ക്രോമസോം നമ്പർ 1 ഒരു പർട്ടിക്കുലർ ലോക്കസിലിരിക്കുന്ന, അതായത് സെയിം പൊസിഷനിലിരിക്കുന്ന രണ്ട് ഓൾട്ടർനേറ്റ് ഫോം കണ്ട, രണ്ട് ഓൾട്ടർനേറ്റ് ഫോം. ഇതൊരു ജീനാണ്. ഈ ജീനിന്റെ ഓൾട്ടർനേറ്റ് ഫോം ആണ് ഇത് ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ഇതും ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ടോൾ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് ചിലപ്പോൾ ഡ്വാർഫ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. വാട്ടർ ഇറ്റ് മേ ബി, ഇറ്റ് വിൽ ബി റെപ്രസെന്റിങ് ദ ക്യാരക്ടർ ഹൈറ്റ്. കണ്ടോ? അപ്പൊ ആ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ജീൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന ഡിപ്ലോയിഡ് കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ജീനിന് അല്ലെങ്കിൽ ഒരു ഫാക്ടറിന് ഓൾട്ടർനേറ്റ് ഫോം ഉണ്ട്. അവർക്ക് രണ്ട് ഫാക്ടർ, ഒരു പെയർ ആണ്, ഒരു പെയർ ആയിട്ടാണ് ഫാക്ടർ കാണുന്നതെന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പൊ ജീൻ എന്ന് പറയുന്നത് ഒരു ചെറിയ സെഗ്മെന്റ് ഓഫ് DNA വിച്ച് കൺട്രോൾ എ ക്യാരക്ടർ. ഈ പീസ് DNA ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എൻകോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ജീൻ എന്ന് പറയും. നമുക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ ക്രോമസോം 2 ഉണ്ടാവും. അതേ ലോക്കസിൽ തന്നെ ഈ ജീൻ നമുക്ക് ഓരോന്നിലും ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് സെയിം ഹോമോലോഗസ് ക്രോമസോമിൽ സെയിം ലോക്കസിലായിട്ടാണ് ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ജീൻ ഇരിക്കുന്നത്. ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫാദറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ക്രോമസോമും മദറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ക്രോമസോമും ക്രോമസോം നമ്പർ 1 ഹോമോലോഗസ് ആണ്, 2 ഹോമോലോഗസ് ആണ്, 3 ഹോമോലോഗസ് ആണ്. അപ്പൊ ഈ ഹോമോലോഗസ് ക്രോമസോമിന്റെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലിരിക്കുന്ന ജീൻ അത് സെയിം ജീൻ ആയിരിക്കും എല്ലാ ഹ്യൂമൻ ബീങ്സിലും. അതുകൊണ്ട് തന്നെ ഹോമോലോഗസ് ക്രോമസോമിന്റെ സെയിം ലൊക്കേഷനിലിരിക്കുന്ന ജീൻസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ഫോം ഓഫ് ദ ജീൻ, അല്ലെങ്കിൽ അതിന് ഓരോന്നിനെയാണ് അലീൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ ജീൻ എന്താന്ന്? ഇനി നമുക്ക് അലീൽ എന്താന്ന് നോക്കാം. alternate form of a gene which are located on the same position on the homologous chromosome is called as allele. കണ്ട, ആ ഹോമോലോഗസ് ക്രോമസോമിൽ സെയിം ലൊക്കേഷനിൽ ഇരിക്കുന്ന ഓൾട്ടർനേറ്റ് ഫോം ഓഫ് എ ജീനിനെയാണ് നമ്മൾ എന്ത് പറയാ? അലീൽ എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും അലീലാണ്. ഇത് രണ്ടിനെയും കൂടി കൂടിയിട്ടാണ് നമ്മളെ പെയർ ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ പെയർ ഓഫ് ഫാക്ടറിന് ഓൾട്ടർനേറ്റ് ഫോം ഉണ്ട്. ആ ഓൾട്ടർനേറ്റ് ഫോമിന് ഓരോന്നിനെ അലീൽ എന്ന് റെപ്രസെന്റ്
റെപ്രസെന്റ് ചെയ്യും. ജീൻ ഈസ് seen as a pair because we are diploid organism. That each member of that pair is called as allele. ആ ഓരോ മെമ്പറും ഒരു സെയിം ലോക്കസിൽ സെയിം ക്രോമസോമിലാണ് ഇരിക്കുന്നത് ടു കൺട്രോൾ ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അപ്പോൾ അലീൽ ഈസ് എ alternate form of a gene which is located in the same locus on the homologous chromosome. അതിനെയാണ് നമ്മൾ അലീൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറിലെ രണ്ട് ഓൾട്ടർനേറ്റ് ഫോമും ഒരേപോലത്തെയാണെങ്കിൽ അതിനാണ് ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് എ സൈഗോട്ട് ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമീറ്റ്സ് ഹാവിംഗ് ഐഡന്റിക്കൽ ഫാക്ടർ, അതിനെയാണ് ഹോമോസൈഗോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദ ഓർഗാനിസം ഡെവലപ്ഡ് ഫ്രം ദിസ് സൈഗോട്ട് ഈസ് കോൾഡ് ആസ് ഹോമോസൈഗസ്. എക്സാമ്പിൾ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അപ്പോൾ ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എ സൈഗോട്ട് ഈസ് ഫോംഡ് ബൈ ഫ്യൂഷൻ of two gametes having identical factors, that is capital T and capital T or small t and small t is called homozygote. ആ സൈഗോട്ടിനെ ഹോമോസൈഗോട്ട് എന്ന് പറയും. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഓർഗാനിസം ഡെവലപ്ഡ് ഫ്രം ദിസ് സൈഗോട്ട് ഈസ് കോൾഡ് ആസ് ഹോമോസൈഗസ്. Example capital T, small t. Next one, heterozygous എന്ന് പറഞ്ഞാൽ in a gene or in a factor the alternate form is dissimilar, രണ്ടും ഡിഫറെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ heterozygous എന്ന് പറയും. Example for that is capital T small t or capital R small r. ഇതൊക്കെ നമുക്ക് എന്താണ് heterozygous condition എന്ന് പറയാം. അതായത് a zygote is formed by fusion of two different types of gametes carrying different factor is called a heterozygote. അതായത് രണ്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഗ്യാമീറ്റ് രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാക്ടർ ക്യാരി ചെയ്ത് ഉണ്ടാകുന്ന സൈഗോട്ടിനെ ഹെറ്ററോസൈഗോട്ട് എന്ന് പറയും. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽ എന്ന് പറയും. ആ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ഫ്രം സച്ച് സൈഗോട്ട് ഈസ് കോൾഡ് ആസ് ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വൽ. നെക്സ്റ്റ് ഫീനോടൈപ്പ് ആണ്. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്ത് കാണുന്ന മോർഫോളജിക്കൽ ക്യാരക്ടറിനെയാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ആൻഡ് മോർഫോളജിക്കൽ അപ്പിയറൻസ് ഓഫ് ഓർഗാനിസം ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത്, അതാണ് ഫീനോടൈപ്പ്. ഇറ്റ് ഈസ് ആൻ എക്സ്റ്റേണൽ ഓർ മോർഫോളജിക്കൽ അപ്പിയറൻസ് ഓഫ് ആൻ ഓർഗാനിസം ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ ഈസ് കോൾഡ് ആസ് ഫീനോടൈപ്പ്. ഇനി ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഫോർ എ പർട്ടിക്കുലർ ക്യാരക്ടർ. ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് ആ ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ജനറ്റിക് മേക്കപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ജനറ്റിക് കോമ്പോസിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അതാണ് അതിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. Example if we see tall plant with capital T, tall plant അത് ഫീനോടൈപ്പ് ആണ്. capital T അത് അതിന്റെ ജീനോടൈപ്പ് ആണ്. അല്ലെങ്കിൽ tall plant with capital T small t, there the phenotype is tall plant and genotype is capital T small t. ആ capital T small t കണ്ടീഷൻ വരുമ്പോഴാണ് ജീനോടൈപ്പ് ഹെറ്ററോസൈഗസ് ആണെന്ന് പറയുന്നത്. ഹെറ്ററോസൈഗസ് ആണ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ വെൻ വി കൺസിഡർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ, ഒരു ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്ത് നമ്മളൊരു ക്രോസ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ ഇഫ് വി ആർ കൺസിഡറിങ് എ സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം, അതിനെയാണ് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. വെൻ വി കൺസിഡർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ക്യാരക്ടർ അറ്റ് എ ടൈം ഇൻ എ ക്രോസ്, ദിസ് ഈസ് കോൾഡ് ആസ് മോണോഹൈബ്രിഡ് ക്രോസ്. ആൻഡ് സി ഹിയർ വി ഹാവ് കൺസിഡർഡ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് അറ്റ് എ ടൈം. ഒരു പ്രാവശ്യം നമ്മൾ ആ ഹൈറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. അതിന് നമ്മൾ എന്ത് പറയും? മോണോഹൈബ്രിഡ് ക്രോസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് ക്രോസ്, ഒരു അൺനോൺ പ്രോജനി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അൺനോൺ പ്രോജനിയുടെ ഫീനോടൈപ്പിക് ക്യാരക്ടർ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അല്ലേ. അതായത് അതിന്റെ ജീനോടൈപ്പ് അൺനോൺ ആണ്. അത് ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. ഇവിടെ അൺനോൺ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്ന് അറിഞ്ഞാൽ മതി. സാധാരണ അൺനോൺ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻഡേലിയൻ ലോ വെച്ചിട്ട് ലോ ഓഫ് ഡോമിനൻസ് ആണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഡോമിനേറ്റ് ചെയ്യും, ഒരെണ്ണം റിസസീവായി നിൽക്കും.
നിൽക്കും. റിസസീവ് ആയി നിൽക്കണമെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടർ ഉണ്ടാവാനേ പാടില്ലല്ലോ. അപ്പം എന്താ, സ്മോൾ ടി കോമ്പിനേഷനായി എപ്പോഴും റിസസീവ് ആയി നിൽക്കുള്ളൂ. അപ്പോൾ റിസസീവിൻ്റെ കേസിൽ ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദർ ജീനോടൈപ്പ്. റിസസീവ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം ഓക്കെ അത് സ്മോൾ ടി ആണ്. ഇനി അൺനോൺ പ്രോജനി എന്ന് പറയുന്ന അവിടെ എന്തായിരിക്കും, അത് F1 പ്രോജനി. അതിൻ്റെ ജീനോടൈപ്പ് നമുക്ക് അറിയില്ല. ആ ജീനോടൈപ്പ് നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഇത് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യണം. അതല്ലെങ്കിൽ F2 ജനറേഷനിൽ നമുക്ക് 4ൽ 3 ടോൾ വെറൈറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 4ൽ 3 ടോൾ വെറൈറ്റിയിൽ എത്ര എണ്ണം ഹോമോസൈഗസിൻ്റെ എത്ര എണ്ണം ഹെട്രോസൈഗസിൻ്റെ നമുക്കറിയില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ അതിൻ്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രോസാണ് ടെസ്റ്റ് ക്രോസ്. ഈ ടെസ്റ്റ് ക്രോസിൽ അൺനോൺ ഇൻഡിവിജ്വലിനെ റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. റിസസീവ് പേരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചാൽ 100% സിമിലർ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ അൺനോൺ ഇൻഡിവിജ്വൽ എന്താണ്, ഒരു ഹോമോസൈഗസ് ഇൻഡിവിജ്വലാണ്, അല്ലെങ്കിൽ ഹോമോസൈഗസ് ജീനോടൈപ്പ് കാണിക്കുന്ന ഓർഗാനിസാണ്. ഹോമോസൈഗസ് ആണ് ആ പർട്ടിക്കുലർ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്തത്. അതായത് ക്യാപിറ്റൽ ടി ആയിരിക്കും. ഇനി 50% അല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ ഡോമിനന്റ് ആൻഡ് റിസസീവ് ഫിനോടൈപ്പാണ് കാണിക്കുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അത് ഒരു ഹെട്രോസൈഗസ് ഇൻഡിവിജ്വലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണോ ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റ് ക്രോസ് when an unknown progeny is crossed with a recessive parent to identify its genotype, it is called as a test cross. The unknown homozygous individual gives 100% similar phenotypic expression and the heterozygous individual gives 1:1 ratio dominant and recessive phenotype. കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഇത്രയാണ് പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതായത് ഈ ലോ ഓഫ് ഡോമിനൻസ് തെറ്റാന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്താണ് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ലോ ഓഫ് മെൻഡേലിയൻ ജെനറ്റിക്സ് ആണ് കേട്ടോ. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ലോ ഓഫ് മെൻഡേലിയൻ ജെനറ്റിക്സ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതിനൊരു എക്സെപ്ഷനും ഇല്ല. പക്ഷേ ലോ ഓഫ് ഡോമിനൻസിലൊക്കെ എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സെപ്ഷൻസ് ആദ്യം പഠിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് പഠിക്കുന്നത് മെൻഡലിൻ്റെ ജെനറ്റിക്സിൽ.